മലയാളത്തിലാണെങ്കിൽ ആ മുതൽ ഇക്ഷ വരെ എല്ലാ അക്ഷരം വെച്ചും ചീത്തയുണ്ട്. പിന്നെ ബിരുദന്മാരായ ആളുകൾക്ക് പ്രാസം വെച്ച് വിളിക്കാനൊക്കെ അറിയാം. സന്ദർഭം അനുസരിച്ച് ഓരോ തെറി പ്രാസം ഒപ്പിച്ച് വിളിക്കാനും അറിയാം. എന്താ പ്രശ്നം എന്നറിയാം? ഇങ്ങനെ തെറി പറഞ്ഞ് ആ നാവിൽ നിന്നൊന്നും ഒരു കൃപയുടെ ഒരു വാക്ക്, ഒരു അഭിഷേകവും ആ നാവിൽ നിന്ന് പുറത്തു വരുത്തുമില്ല. ജീവിതം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയോ നിങ്ങൾ. അല്ലേത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം വെച്ചിട്ടുള്ളന്നോ, അതിന് ഒരു അഭിവൃദ്ധിയോ ഒരു ഐശ്വര്യമോ ആ വീട്ടിലുണ്ടാവത്തില്ല. കാരണം ആ വാക്കിൽ, ഈ തെറിക്കകത്തൂടെ ദുഷ്ടാരൂപിയാണ് ആ വീട്ടിലേക്ക് വരുന്ന മുഴുവൻ. ഈ വാക്കിനകത്തൂടെ വരുന്നത് മുഴുവൻ തിന്മയാണ്, അന്ധകാരമാണ്. അപ്പോൾ നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ അതിനാണ് ദൈവവചനം നമ്മളെ വചനം കേൾക്കാൻ വരുന്ന എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. വചനം കേൾക്കുന്നു, തിരിച്ചു പോകുന്നു. പിന്നെയും നമ്മുടെ ഈ പഴയ വർത്തമാനം കൊണ്ടിരുന്നാൽ ജീവിതത്തിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അതാണ് പറയുന്നത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിന്നെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എങ്ങനെയാണ് വേദനിപ്പിക്കാതിരിക്കേണ്ടത്? വാക്യം 31 ഉറക്കെ വായിച്ചേ. സകല വിദ്വേഷവും